ലോകകപ്പ് ഗ്രൂപ്പ് എഫിലെ നിർണായക മത്സരത്തിൽ ജപ്പാനും സ്വീഡനും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയതോടെ നോക്കൌട്ട് സാധ്യതകൾ ഇരുവർക്കും നിലനിർത്താൻ സാധിച്ചു. മനോഹരമായ ഒരു ഗോളിലൂടെ ആന്റണി എലങ്കയാണ് സ്വീഡന്റെ രക്ഷകനായത്. സമനിലയോടെ ജപ്പാൻ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരനായി മുന്നേറിയപ്പോൾ മൂന്നാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ട് ഉറപ്പിച്ചു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നിയ കളിയാണ് പുറത്തെടുത്തത്. എന്നാൽ രണ്ടാം പകുതിയിൽ കളിയാകെ മാറി. 55-ാം മിനിറ്റിൽ ജപ്പാൻ ആക്രമണത്തിലൂടെയാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. സ്വീഡൻ പെനാൽറ്റി ബോക്സിന് സമീപം നടത്തിയ മനോഹരമായ നീക്കത്തിനൊടുവിൽ ഡൈസൻ മയേഡ ജപ്പാനെ മുന്നിലെത്തിച്ചു. ആ ലീഡ് പക്ഷേ 7 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 62-ാം മിനിറ്റിൽ ന്യൂകാസിൽ താരം ആന്റണി എലങ്കയിലൂടെ സ്വീഡൻ സമനില പിടിച്ചു. ഇടതുപാദത്തിൽ എലങ്ക തൊടുത്ത മനോഹരമായ കാർവ്ഡ് ഷോട്ടാണ് ജപ്പാൻ വലയിൽ പതിച്ചത്. ലോകകപ്പിലെ തന്റെ കഴിഞ്ഞ 8 മത്സരങ്ങളിൽ എലങ്കയുടെ രണ്ടാം ഗോളാണിത്. സമനില ഗോളിന് ശേഷം സ്വീഡൻ ആക്രമണം ശക്തമാക്കി. അലക്സാണ്ടർ ഐസക് ജപ്പാൻ ഗോൾ മുഖത്ത് നിരന്തരം ഭീഷണി ഉയർത്തി. എന്നാൽ ജപ്പാൻ ഗോൾ കീപ്പർ സിയോൺ സുസുക്കിയുടെ മികച്ച സേവുകൾ ജപ്പാനെ വലിയൊരു തോൽവിയിൽ നിന്ന് രക്ഷിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഐസക്കിന്റെ ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയതും സ്വീഡന് തിരിച്ചടിയായി. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എലങ്കയുടെ മറ്റൊരു മികച്ച മുന്നേറ്റവും സുസുക്കി തടഞ്ഞിട്ടു. ഈ ഫലത്തോടെ ജപ്പാൻ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനക്കാരായ സ്വീഡനും മികച്ച പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി. നോക്കൌട്ട് റൗണ്ടിൽ വമ്പൻ മത്സരങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. ജൂൺ 29-ന് ഹൂസ്റ്റണിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ജപ്പാൻ കരുത്തരായ ബ്രസീലിനെ നേരിടും. ജൂൺ 30-ന് ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് അല്ലെങ്കിൽ നോർവേ ആയിരിക്കും സ്വീഡന്റെ എതിരാളികൾ. ആദ്യ പകുതിയിലെ മടുപ്പിക്കുന്ന കളിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഉണർന്ന ഇരു ടീമുകളും നോക്കൌട്ട് ടിക്കറ്റുകൾ സ്വന്തമാക്കിയതോടെ ഗ്രൂപ്പ് എഫിലെ പോരാട്ടം ആവേശകരമായ അന്ത്യത്തിലെത്തി. ആക്രമണ ഫുട്ബോളിന്റെ വക്താക്കളായി ഗ്രൂപ്പ് ഘട്ടത്തിൽ നിറഞ്ഞാടിയ മറ്റൊരു മത്സരത്തിൽ ജർമ്മനിക്ക് കനത്ത തിരിച്ചടി. ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ അപ്രതീക്ഷിതമായി എക്വഡോറിനോട് 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽവി വഴങ്ങിയതോടെ ജർമ്മൻ പ്രതിരോധത്തിന്റെ പോരായ്മകൾ വീണ്ടും ചർച്ചയാകുന്നു. തോറ്റെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളായി ജർമ്മനി നോക്കൌട്ടിൽ കടന്നെങ്കിലും ടീമിന്റെ പിൻനിരയിലെ വീഴ്ചകൾ പരിശീലകൻ ജൂലിയൻ നഗാൽസ്മാന് തലവേദനയാകുന്നു. തകർപ്പൻ ജയത്തോടെ എക്വഡോർ നോക്കൌട്ട് ടിക്കറ്റും സ്വന്തമാക്കി. മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ കളി തുടങ്ങിയ 2-ാം മിനിറ്റിൽ തന്നെ ലെറോയ് സനയിലൂടെ ജർമ്മനി ലീഡെടുത്തു. ഫ്ലോറിയൻ വീഴ്സ് നൽകിയ മനോഹരമായ പാസ് അനായാസം വലയിലെത്തിച്ച് തുടക്കം ഗംഭീരമാക്കിയ ജർമ്മനിയെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ആ ആവേശം 9-ാം മിനിറ്റിൽ തന്നെ തല്ലിക്കെടുത്തി എക്വഡോർ തിരിച്ചടിച്ചു. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് നിൽസൺ അങ്കൂളോ തൊടുത്ത ലോങ് റേഞ്ചർ മാനുവൽ ന്യൂയറെ നിസ്സഹായനായി വലയിൽ പതിച്ചു. സമനില ഗോളിന് ശേഷം ആത്മവിശ്വാസത്തോടെ കളിച്ച എക്വഡോർ ജർമ്മൻ ബോക്സിലേക്ക് നിരന്തരം ഇരച്ചെത്തിക്കൊണ്ടിരുന്നു.